ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹനിധിയായ ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ അഗസ്റ്റിൻ, പ്രിയപ്പെട്ട മറ്റച്ഛന്മാരെ, മാതാപിതാക്കളെ, സമർപ്പിതരെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മുടെ ചരിത്രപ്രസിദ്ധമായ 3 നോമ്പിൽ കുറവലങ്ങാട് ദേവാലയത്തും പരിസരത്തുമായിട്ട് ഒന്നിക്കുകയാണ്. എക്കാലവും നമുക്ക് വിസ്മയം തോന്നുന്ന വിശ്വാസികളുടെ കൂടിവരവാണ് 3 നോമ്പിൽ കുറവലങ്ങാട് ഉള്ളത്. സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒട്ടനവധി കാര്യങ്ങൾ സംഗ്രഹിച്ച് കാത്ത് സംരക്ഷിക്കുന്ന വലിയൊരു ഇടവക സമൂഹമാണ് ഈ മർത്തുമറിയം മേജർ ആർക്കി അർക്കദിയാക്കോൻ തീർത്ഥാടന കേന്ദ്രം. ദൈവത്തിൻ്റെ കൃപയാണത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണ് 3 നോമ്പ്. ബാവൂസ അല്ലെങ്കിൽ ബാവൂത്ത 3 നോമ്പ് എന്ന് നമ്മൾ ഈ തിരുനാളിനെ വിശേഷിപ്പിക്കുന്നു. ബാവൂസാദ് നിവായെ, നിനിവേക്കാരുടെ ഉപവാസം എന്നതിനെ വിശേഷിപ്പിക്കുന്നു. നിനിവേക്കാരുടെ നോമ്പ് എന്നും ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മളിവിടെ 3 നോമ്പായിട്ട് ആചരിച്ച് കർത്താവിനോടുകൂടെ അടുത്ത് ജീവിക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. കുറവലങ്ങാട് പ്രൗഢഗംഭീരമായ ഉൽപ്പത്തിയും മഹിമയുമുള്ള ക്രൈസ്തവ കേന്ദ്രമാണ്. മർത്തുമറിയത്തിൻ്റെ മുത്തിയമ്മയുടെ മധ്യസ്ഥമാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. മർത്തുമറിയം സ്ഥാനനിർണയം ചെയ്ത ദേവാലയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാ നസ്രാണികളുടെയും തറവാടാണ് കുറവലങ്ങാട്. ഏത്ത എമ്മ, എല്ലാവരുടെയും അമ്മയായിട്ടുള്ള പള്ളി എന്ന് ഇതിനെ പലപ്പോഴും നമ്മൾ വിശേഷിപ്പിക്കുന്നതും ആ കാരണത്താലാണ്. നമ്മുടെ സഭയിൽ 4-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ സഭയ്ക്ക് വിശിഷ്ടമായ നേതൃത്വം നൽകിയ അർക്കദിയാക്കോന്മാരുടെ കുടുംബവും ഖബറും എല്ലാം നമ്മളുടെ ഈ വലിയ ഇടവകയ്ക്ക് ഉള്ളിലാണ്. 480 വർഷങ്ങൾക്കധികം ഒരിക്കലും മറന്നുപോകാത്ത ശ്രാദ്ധം ബഹുമാനപ്പെട്ട പനംകൊടിക്കൽ വല്യച്ഛൻ്റേത് ഇവിടെയാണ് നമ്മൾ നടത്തുന്നത്. ചാണ്ടി മെത്രാപ്പോലീത്തായുടെ ആസ്ഥാന ദേവാലയം ഇവിടെയായിരുന്നു. പൊന്തിപ്പിക്കൽ അധികാരത്തോടു കൂടിയ വികാരി ജനറൽ നിധീരിക്കൽ മാണിക്കത്തനാർ നമ്മുടെ സ്വന്തം ഇടവകക്കാരനാണ്. അനേകം ഇടവകകളുടെ മുത്തശ്ശിയാണ് ഈ മർത്തുമറിയം മേജർ ആർക്കി ദേവാലയം. അതിവിപുലമായ നസ്രാണി സംഗമം നമ്മളിവിടെ നടത്തി. ഒരുപക്ഷെ 1653 ശേഷം പലതായി പിരിഞ്ഞ നസ്രാണികളുടെ ഒരു പ്രതിനിധി സംഗമം ഇവിടെയായിരിക്കണം പിന്നീട് ആദ്യമായിട്ട് നടന്നത്. നമുക്കും അറിവുള്ളതാണ്, തോമായോട് ബന്ധപ്പെട്ട സപ്ത സമൂഹങ്ങളെക്കാൾ പ്രാധാന്യം കൂടിയ ഒരു നസ്രാണിത്വം കാത്തു സൂക്ഷിക്കുന്ന ഇടമാണ് കുറവലങ്ങാട്. യഹൂദ ക്രൈസ്തവരുടെ സാന്നിധ്യമുള്ള തറവാടായിരുന്നു. ശ്ലീഹായിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച ആളുകളുടെ പിന്തുടർച്ച ആണിവിടെയുള്ളത്.
കള്ളി, കാളികാവ്, ശങ്കരപുരി, പകലോമറ്റം എന്നീ 4 കുടുംബങ്ങൾ ഇവിടേക്ക് കുടിയേറി പാർത്തു ഇവിടുത്തുകാരായി. മൈലാപ്പൂരിൽ നിന്ന് പിന്നീട് ഉണ്ടായ കടപ്പൂർ 5 വീടരുടെ കുടിയേറ്റവും നമ്മുടെ ഇവിടെ തന്നെയാണ്. അതിപുരാതനമായ ദേവാലയ പാരമ്പര്യം AD 105 മുതലുള്ളത് കുറവലങ്ങാടിൻ്റെ സ്വന്തമായിട്ടുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തനതായ ഒരു ഭരണ ഔന്നത്യം, അർക്കദിയാക്കോന്മാരുടെ ഭരണവും ഇടപെടലും അവരുടെ ആത്മീയ നിറവും നമുക്ക് മാത്രം സ്വന്തമായിട്ടുള്ളതും നസ്രാണികളുടെ പൊതു സ്വത്തായിട്ട് ഉള്ളതുമാണ്. കുറവലങ്ങാട് ക്രൈസ്തവ സമൂഹം ഒരിക്കലും കടപുഴകി വീണിട്ടില്ല. അനൈക്യത്തിൻ്റെ സ്വരവും ഇവിടെ നിന്ന് അധികമൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ വിശുദ്ധ പാരമ്പര്യങ്ങൾ ഐക്യത്തിൻ്റെ അത്ഭുതകരമായ മുന്നേറ്റങ്ങളാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. വിൻസെൻസോ മരിയ ദേശ മിഷണറി പറഞ്ഞല്ലോ, ഈ ദേവാലയം മരിയ മജോരയാണ്. റോമായിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നാണ് മരിയ മജോരെ. ഇവിടുത്തെ അത്ഭുത ഉറവ അമ്മ സ്വന്തം കൈകൊണ്ട് മണ്ണ് മാറ്റി തെളിയിച്ചതാണെന്ന് പാരമ്പര്യം സാക്ഷിക്കുന്നു. പുതുക്കിപ്പണിത 145 നമ്മൾ വെഞ്ചരിച്ച പള്ളി ഇതേസായിൽ നിന്നുള്ള മാർ യൗസേപ്പ് വെഞ്ചരിച്ചു എന്നതാണ് പാരമ്പര്യം. നമ്മളുടെ പള്ളിയുടെ തെക്കേ സങ്കീർത്തി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദിവാൻ സർ CP രാമസ്വാമി അയ്യർ ഇവിടം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷകരമായി തോന്നിയത് ഒറ്റ കരിങ്കല്ലിൽ തീർത്തിരിക്കുന്ന മുത്തിയമ്മയുടെ ആ രൂപമാണ്. 1599 ഗോവ മെത്രാപ്പൊലീത്ത ഡോം മെനേസിസ് പുതിയ ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തി. പള്ളിവീട്ടിൽ ചാണ്ടിക്കത്തനാർ ഇവിടെ വികാരിയായിരുന്നു. മണിക്കത്തനാർ നമ്മളിവിടെ ആയിരിക്കുന്ന ഇതിൻ്റെ മുകളിലത്തെ മുറിയിലാണ് പലപ്പോഴും താമസിച്ചത്. തറവാട് പള്ളിയായിട്ട് നമ്മൾ പകലോമറ്റം പള്ളിയെ മാറ്റിയെടുത്തു. നസ്രാണികളുടെ തറവാടാണത്. അതിൻ്റെ എല്ലാം പരിസമാപ്തിയായിട്ടാണ് നമുക്ക് ഈ പള്ളിക്ക് മേജർ ആർക്കി പദവി നമ്മളുടെ സിനഡ്, നമ്മളുടെ സഭ നൽകി അനുഗ്രഹിച്ചത് എന്ന് നമുക്കറിയാം. അർക്കദിയാക്കോന്മാരുടെ പുണ്യകുടീരങ്ങളുടെ സ്ഥലമെന്ന നിലയിൽ വലിയ പ്രാധാന്യം ഇതിനുണ്ട്. കുരിശിൻ്റെ വിശുദ്ധ ഗീവർഗീസിൻ്റെ പൂർണ്ണകായ പ്രതിമയാണല്ലോ പകലോമറ്റത്ത് നമ്മൾ ഉയർത്തി നിർത്തിയിരിക്കുന്നത്. നമ്മളുടെ സെമിത്തേരി പള്ളി 1652 ബിഷപ്പ് മരിയ സെബസ്ത്യാനി അനുവദിച്ച് കൽപ്പിച്ച് നൽകിയതിൻ്റെ ഫലമായിട്ട് നമ്മൾ പണിതതാണ്. ചെറിയ പള്ളി മാർ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥത്താൽ അലങ്കൃതമാണ്. നമുക്കിവിടെ ആയുധപ്പുരയും വാദ്യപ്പുരയും മ്യൂസിയവും എമ്മേ ദാലാഹ എന്ന് കുറിച്ച് വച്ചിരിക്കുന്ന മണികളും ഒറ്റ കൽക്കുരിശും അനേകർക്ക് ഒന്നിച്ചിരിക്കാവുന്ന ചിരവയും ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ കുറവലങ്ങാടിൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യമാണ്. അത്ഭുതഭൂമിയാണ് കുറവലങ്ങാട്. വലിയൊരു സർവകലാശാല പോലെയാണ് ഈ പള്ളിയുടെ പാരമ്പര്യവും അത് സംരക്ഷിക്കുന്ന മൂല്യങ്ങളും. നമുക്കാർക്കും തിരസ്കരിക്കാനോ തമസ്കരിക്കാനോ സാധ്യമല്ലാത്ത പൈതൃക സമൃദ്ധി കുറവലങ്ങാടിൻ്റെ മഹത്വമാണ്. സാമുദായികമായിട്ടുള്ള ഒട്ടനവധി അൽമായ മുന്നേറ്റങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്.
വിശ്വാസ മേഖലയിലെ മഹാമാരികളെ ചെറുത്തു നിർത്താൻ കുറവലങ്ങാടിന് കഴിഞ്ഞിട്ടുണ്ട്. നസ്രാണി സമൂഹം നൂറ്റാണ്ടുകളായിട്ട് സജീവമായിട്ട് ജീവിക്കുന്ന ഈ പുണ്യഭൂമി നമ്മുടെ സഭയുടെ ഐക്യത്തിൻ്റെ അടയാളമായിട്ട് എന്നും ശോഭിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ 3 നോമ്പ് ജോനാ പ്രവാചകൻ ബാബൂസ ദി നിവായെ എന്നുള്ള ആ വലിയ ചരിത്ര യാഥാർത്ഥ്യത്തെ ഓർക്കുന്നത്. നമ്മളുടെ വിശ്വാസികളും ഇതര മതസ്ഥരും ഈ ദേവാലയത്തോട് എക്കാലവും ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഇതര മതസ്ഥരും അഭിമാനത്തോടെ ഈ ദേവാലയത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അവരുടെയും ആത്മീയ ജീവിതത്തിന് വലിയ സംഭാവനകൾ ഈ ദേവാലയം നൽകിയിട്ടുണ്ട്. 3 നോമ്പിൻ്റെ ഏറ്റവും ശക്തമായ അടയാളം നമ്മളുടെ ഈ ദേവാലയത്തിൻ്റെ ആനവാതുക്കൽ ഉയർത്തി നിർത്തിയിരിക്കുന്ന പള്ളിക്കകത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന കപ്പലാണ്. ഈ കപ്പലിൻ്റെ പ്രത്യേകത ഞാൻ പിതാക്കന്മാരോടും പറഞ്ഞിട്ടുണ്ട്. എല്ലാ കപ്പലും വെള്ളത്തിലോടുമ്പോൾ കുറവലങ്ങാട് കപ്പൽ ആളുകളുടെ കയ്യിലാണ് ഓടുന്നത്. എല്ലാ കപ്പലും താഴ്വരയിൽ സമുദ്രത്തിലാകുമ്പോൾ കുറവലങ്ങാട് കപ്പൽ മലയുടെ മുകളിലാണ്, നമ്മളുടെ കരങ്ങളിലാണ്. ഈ കപ്പലിന് എഞ്ചിനും എണ്ണയും ഒന്നും വേണ്ട. ജനങ്ങളുടെ ഐക്യമാണ് ഈ കപ്പലിൻ്റെ എണ്ണ. ജനങ്ങളൊന്നാകെയാണ് ഈ കപ്പലിനെ ഓടിക്കുന്നത്. സഭാപിതാക്കന്മാരുടെ പ്രബോധനം സഭ സമുദ്രത്തിൽ ആയിരിക്കുന്ന കപ്പൽ ആണ് എന്നാണല്ലോ. കുറവലങ്ങാട് ഒരു ആധികാരികമായ സഭാവിജ്ഞാനീയം ദൈവശാസ്ത്രം ഈ മേഖലയിലും നൽകുന്നുണ്ട്. ഓരോ വർഷവും ജോനായുടെ അടയാളം നാം ഇവിടെ കാണുന്നു. കപ്പലോട്ടം ഒരു മൂവ്മെൻ്റാണ്. ഓടാൻ തുടങ്ങിയാൽ ഒരു നിമിഷം പോലും അതിനെ നമ്മൾ പിടിച്ചു നിർത്തുന്നില്ല. അത് വലിയൊരു മുന്നേറ്റമാണ്, ഭാവിയിലേക്കുള്ള ഒരു കുതിപ്പാണ്. എല്ലാ ക്രൈസ്തവരിലും ഉണ്ടാകേണ്ട ഒരു പുത്തൻ പിറവിയുടെ ഓർമ്മകളാണ് ചടുലതയിലുള്ള ഈ മുന്നേറ്റം നമുക്ക് പറഞ്ഞു തരുന്നത്. മനസ്സിൻ്റെ ധൈര്യം എന്ന എണ്ണ ഉപയോഗിച്ച് സഭയാകുന്ന ഈ കപ്പൽ നമ്മൾ ഓടിക്കുകയാണ്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു ക്ഷണമാണ് ഈ കപ്പലോട്ടം. കടലിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടത് നമ്മളുടെ പാപങ്ങളുടെ ഭാണ്ഡങ്ങളാണ്, നമ്മളുടെ തിന്മകളാണ്. തിന്മകളുടെ കൂമ്പാരങ്ങളെയാണ് നമ്മൾ വലിച്ചെറിയേണ്ടത്. ഇവിടെ ഈ കപ്പൽ ഒരു ഷിപ്പ് യാർഡ് പോലെ ഇവിടുത്തെ വിശ്വാസികളുടെ കരങ്ങളിൽ ആകുമ്പോൾ ഞാൻ കരുതുന്നത് ഇത് വലിയ ഒരു ദനഹ തന്നെയാണ്. ദൈവവചനത്തിൻ്റെ ഒരിക്കലും മഞ്ഞു പോകാത്ത ഒരു വെളിപ്പെടുത്തലാണ്. കപ്പൽ കയ്യിലെടുക്കുമ്പോൾ നമ്മൾ സഭയുടെ കൂട്ടായ്മ പ്രഘോഷിക്കുകയാണ്. നമ്മുടെ സഭയിൽ എല്ലാവരും ചേർന്ന് ഒരു ഓർക്കസ്ട്ര പാടുന്നത് പോലെയാണിത്. സഭയിൽ ആരും സോളോ ഒരാൾ മാത്രം പാടുന്ന പാട്ടുപാടി മാറി നിൽക്കരുത്. കുറവലങ്ങാട് കപ്പൽ ഓർക്കസ്ട്രയാണ്. അനേകരുടെ കരങ്ങളിലാണ് ആ കപ്പൽ. വിശ്വാസികളുടെ ഐക്യത്തിൻ്റെ എണ്ണ പകരുമ്പോഴാണ് ഈ കപ്പലിന് ഓടാൻ സാധിക്കുന്നത്. മഹാ ഐക്യത്തിൻ്റെ പ്രഘോഷണമാണിത്. സഭ ഒറ്റ ശരീരമാണെന്നുള്ളതിൻ്റെ തെളിവാണിത്. കപ്പലോട്ടത്തിൻ്റെ ശബ്ദം നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ദൈവ
സ്വരമാണ്. സഭയ്ക്ക് പലപ്പോഴും താളം തെറ്റിപ്പോയിട്ടുണ്ട്. ബേനെ മോദുലാന്തി, സഭയെ ഹാർമണിയിൽ എത്തിക്കുക എന്നതാണ് നമ്മളുടെ എല്ലാവരുടെയും ദൗത്യം. കടപ്പൂര് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന നിവാസികളാണ്. അങ്ങനെ അവർ ഒരിക്കൽ കടലിലായിരുന്നപ്പോൾ അതിലൊരെണ്ണം പുറംകടലിൽ കാറ്റിലും കോളിലും പെട്ട് മറിഞ്ഞ് മുങ്ങി തുടങ്ങിയപ്പോൾ കടപ്പൂരുകാർ പ്രാർത്ഥിച്ചു, ഞങ്ങൾ കുറവലങ്ങാട് പള്ളിക്ക് ഒരു കപ്പൽ സമ്മാനമായിട്ട് കൊടുക്കാം, ഞങ്ങളെ ഒന്ന് രക്ഷിച്ചാൽ മതിയെന്ന്. അങ്ങനെയുള്ള ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ കപ്പൽ ജോനായുടെ ഓർമ്മകൾ നമ്മളിവിടെ കൊണ്ടാടുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടല്ലോ, യോനായുടെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല സമയപരിമിതി മൂലം. യോനായുടെ അടയാളം ഈശോ അല്ലാതെ മറ്റൊന്നുമല്ല. യോനാ വഴി ഈശോ തരുന്നത് കരുണയും സ്നേഹവും ഐക്യവുമാണ്. യോനാ വഴി ദൈവം നൽകുന്നത് ദൈവം പറയുന്നത് പോലെ നമ്മൾ കേൾക്കണം എന്നതാണ്. യോനായോട് നിനിവേക്ക് പോകാൻ പറഞ്ഞപ്പോൾ യോന പോയത് സ്പെയിനിലേക്കാണ്. യോന വിപരീത ദിശയിൽ യാത്ര ചെയ്ത് കപ്പലിൽ കയറിയപ്പോൾ കടലിൽ വലിയ ഇളക്കമുണ്ടായി. കപ്പലിൽ യാത്ര ചെയ്യുന്നവരെല്ലാം പേടിച്ചു വിറച്ചു. യോന മാത്രം കിടന്നുറങ്ങുകയാണ്. കപ്പിത്താൻ വന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ചു, താങ്കൾ എന്താണ് ഈ കാണിക്കുന്നത്? എല്ലാവരും അവരവരുടെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്ന ഈ സമയത്ത് നീ മാത്രം ഉറങ്ങുകയാണോ? നമ്മളും പലപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മളും ചിലപ്പോൾ ഉറങ്ങിപ്പോകുന്നവരാണ്. നീ മാത്രം ഉറങ്ങുകയാണോ? കപ്പിത്താൻ പറഞ്ഞു, നമുക്കൊരു നറുക്കിടാം. ആര് കാരണമാണ് ഈ കപ്പൽ ഇങ്ങനെ ഇളകുന്നത് ഒന്ന് കണ്ടുപിടിക്കണമല്ലോ. നറുക്കിട്ടു. നറുക്ക് വീണത് യോനായ്ക്കാണ്. യോനായെ പിടിച്ച് കടലിലേക്ക് എറിഞ്ഞു. അവിടെ ഒരു തിമിംഗലം വാ തുറന്ന് നിൽപ്പുണ്ടായിരുന്നു. തിമിംഗലം യോനായെ വിഴുങ്ങി. ആ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ 3 നാളുകൾ യോന പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടി. 3 ദിവസം കഴിഞ്ഞപ്പോൾ മത്സ്യത്തിനും വയറിളക്കമായി. വലിയൊരു മനുഷ്യനാണല്ലോ ഉള്ളിൽ. ഈ മത്സ്യം കൊണ്ട് അതിനെ ഛർദ്ദിച്ച് കരയ്ക്കിട്ടു. കരയ്ക്ക് കിടന്ന് യോന ഒന്ന് കുടഞ്ഞ് വൃത്തിയായി എഴുന്നേറ്റ് നിന്നപ്പോൾ യോനായ്ക്ക് തോന്നി, ദൈവം പറയുന്നത് കേൾക്കുന്നതാണ് നല്ലത്. ദൈവം പറയുന്നത് കേൾക്കുന്നതാണ് നല്ലത്. ചരിത്രകാരന്മാർ പറയാറുണ്ട്, തിമിംഗലം ഛർദ്ദിച്ചിട്ടത് തേറ ഫിർമയിലാണ്, ഉറപ്പുള്ള കരയിലാണ്. ഇളകിമറിഞ്ഞ കടലിൽ നിന്ന് ഉറപ്പുള്ള കരയിലേക്ക് ഈ പ്രവാചകനെ ആ മത്സ്യം തിമിംഗലം ഛർദ്ദിച്ചിട്ടു. തേറ ഫിർമ, ഉറപ്പുള്ള പ്രതലം. അവിടെ നിന്ന് അദ്ദേഹം വിജാതീയ നഗരമായ നിനിവേയിലേക്ക് യാത്ര ചെയ്യുകയും അവിടെ പോയി പ്രസംഗിക്കുകയും ചെയ്തു. പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോഴും യോന മനസ്സിൽ മനസാന്തരം ഇവിടെ കൊണ്ടാകണമെന്ന് അത്ര ആഗ്രഹിച്ചു കാണുകയില്ല. പക്ഷെ ദൈവം ആഗ്രഹിച്ചിരുന്നു. യോനായുടെ ചെറിയ പ്രസംഗങ്ങളിലൂടെ നിനിവേക്കാരും മുഴുവനും വിജാതീയരും മുഴുവനും രാജാവും ജനങ്ങളും മൃഗങ്ങളും എല്ലാവരും മാനസാന്തരപ്പെട്ടു. അതാണ് ജോനായെക്കുറിച്ചുള്ള കഥ, അല്ലെങ്കിൽ ജോന നമുക്ക് നൽകുന്ന അടിസ്ഥാനപരമായ പാഠം. എനിക്കൊരു കാര്യം ഇതേക്കുറിച്ച് പറയാനുള്ളത്, ജോനായുടെ പുസ്തകം ചെറിയൊരു പുസ്തകമാണ്, വായിക്കാനും നല്ല രസമുള്ളതാണ്. അത് 100% ചരിത്രപരമായ ഒരു പുസ്തകം എന്ന് കരുതുന്നതിനും തെറ്റൊന്നുമില്ല. ഇതൊരു ഡിഡാക്റ്റിക്കായിട്ടുള്ള പഠനത്തിന് വേണ്ടി, പഠിപ്പിക്കലിനു വേണ്ടി, ഇൻ ഓർഡർ ടു എഡ്യൂക്കേറ്റ്, എല്ലാവരെയും എല്ലാ കാലത്തേക്കും
പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുസ്തകമാണ്. യോന പിടിവാശിക്കാരനായിരുന്നു, അരഗൻ്റായിരുന്നു, ബൈഗോട്ടഡായിരുന്നു, മർക്കടമുഷ്ടിക്കാരനായിരുന്നു, നാരോ മൈൻഡഡ് ആയിരുന്നു, ഇടുങ്ങിയ ചിന്താഗതിക്കാരനായിരുന്നു. ദൈവം അവനെ പിടിച്ച് 3 ദിവസം അന്ധകാരത്തിൽ തിമിംഗലത്തിൻ്റെ ഉദരത്തിൽ പാർപ്പിച്ച് യോന ഒരു റിഫ്ലക്ഷൻ നടത്തി ദൈവത്തെക്കുറിച്ചും തന്നെക്കുറിച്ചുമുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തതുകൊണ്ടാണല്ലോ നിനിവേയിലേക്ക് പോകാൻ തയ്യാറായതും പ്രസംഗിച്ചതും. നിനിവേ ഇന്നത്തെ മൂസൂളാണ്, ഇറാഖിലാണ്. എല്ലാം നശിപ്പിക്കപ്പെട്ടു. അവിടെ ക്രൈസ്തവമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ചെറിയ തോതിൽ മാത്രമേ ഇപ്പോഴുള്ളൂ. പുണ്യകുടീരങ്ങൾ പോലും ഈ അടുത്ത നാളുകളിൽ തകർക്കപ്പെട്ടു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളിത് ഇവിടെ നമ്മുടെ സഭയിൽ ഈ നോമ്പ് ആചരിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് സർവപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിൽ തിരുത്തലുകളും ആവശ്യമായ മാറ്റങ്ങളുമെല്ലാം വരുത്തേണ്ട സമയമാണ്. ബിൽ ഡ്യൂറാൻഡ് എന്ന വലിയ ചരിത്രകാരൻ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും നമ്മെ സംബന്ധിച്ച് തലേ ദിവസമുള്ള ചരിത്രമൊക്കെ നമുക്ക് പാഠമായിട്ടുള്ളൂ. ആഴമായിട്ടുള്ള ഉറവിടങ്ങളിലേക്ക് നമ്മൾ പോകാറില്ല. 24 മണിക്കൂറിന് പിറകിൽ നടന്ന കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ തീർക്കുകയാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, കഴിഞ്ഞ 6000 വർഷങ്ങളായിട്ടുള്ള ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾക്കെന്തറിയാം? ഇന്ന് നമ്മോടും ദൈവം ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ 2000 വർഷങ്ങളിലെ ചരിത്രം നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടുണ്ടോ? യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവുമില്ല. യോനായുടെ പ്രസംഗമാണ് അടയാളം, ഈശോയുടെ പ്രഘോഷണമാണ് അടയാളം. യോനായുടെ അടയാളം ഈശോയാണ്. ഈശോയുടെ മരണോത്ഥാനങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന പരിശുദ്ധ കുർബാനയാണ്. ഈ കുർബാന നമ്മൾ ആഘോഷപൂർവ്വം അർപ്പിക്കുമ്പോഴും ദൈവവചനം നമ്മൾ പ്രഘോഷിക്കുമ്പോഴുമാണ് യോന പ്രത്യക്ഷപ്പെടുന്നത്, മനസ്സാന്തരത്തിൻ്റെ അടയാളവുമായിട്ട്. അതുകൊണ്ട് നമുക്ക് വലിയ ഉത്തരവാദിത്വമാണ് ഉള്ളത് എന്ന കാര്യം നമ്മൾ മറന്നു കളയരുത്. ഈ തിരുനാൾ നമുക്ക് വലിയ ശക്തി പകർന്നു നൽകണം. നമ്മുടെ സമൂഹത്തിലെ പോരായ്മകൾ തിരുത്താനായിട്ട് നമ്മൾ തയ്യാറാകണം. നമ്മുടെ തിന്മകളെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കടലിലേക്ക് വലിച്ചെറിയാൻ നമുക്ക് സാധിക്കണം. ഒരുപാട് തിന്മകൾ, മദ്യവും മയക്കുമരുന്നും അശുദ്ധിയും കളവും കൊലയും എല്ലാം നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനെയെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് ഒന്ന് വലിച്ച് എറിയാൻ നമുക്ക് സാധിച്ചാൽ ഈ തിരുനാളിന് അർത്ഥമുണ്ട്. പലപ്പോഴും നമ്മൾ കുറ്റവാളികളുടെ പുത്തൻ തലമുറയെ വാർത്തെടുക്കുന്നത് പോലെ തോന്നും. കുറ്റങ്ങൾ പെരുകുകയും തെറ്റുകാർ ആരും ഇല്ലാതിരിക്കുകയും ചെയ്യത്തക്ക ഒരു തരം ജീവിതശൈലിയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. ഒരു കള്ളനുമില്ല, പക്ഷേ കുറ്റകൃത്യങ്ങൾ പെരുകുന്നു. ഒരുപാട് പേര് കൊല ചെയ്യപ്പെടുന്നു. ഒരു കൊലയാളിയെയും ശരിക്ക് തിരിച്ചറിയുന്നില്ല. അങ്ങനെയുള്ള വലിയ പ്രതിസന്ധികളിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ ഈ തിരുനാൾ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു തേറ ഫിർമ, ഉറപ്പുള്ള ഒരു പ്രതലമായിട്ട് നമുക്ക് മാറ്റണം. കുറവലങ്ങാട് ഹിസ്റ്റോറിക്കൽ ട്രഷറിയാണ്, ഖജനാവാണ്. അതിൽ പ്രാമുഖ്യമുള്ള 10-12 കാര്യങ്ങൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. ഈ തെറ ഫിർമയാണ് കുറവലങ്ങാടിൻ്റെ മഹത്വം. ആർക്കും ഇളക്കി മറിച്ച് കളയാൻ പറ്റാത്ത വിശിഷ്ടമായ നസ്രാണി പാരമ്പര്യങ്ങളുടെ ഖജനാവാണ് ഇവിടം. ഏത് യൂണിവേഴ്സിറ്റിക്കും പഠിച്ച് തീർക്കാൻ എളുപ്പത്തിൽ പറ്റാത്തൊരു സ്ഥലം. ഇത് തേറ സ്പെസാണ്, പ്രത്യാശയുടെ ഭൂമിയാണ്. വലിയ എക്യുമേനിക്കൽ സഭയ്ക്ക് സാധ്യതകളുള്ള ഇടമാണ്.
കുറവലങ്ങാട് കേന്ദ്രമാക്കി, പകലോമറ്റം കേന്ദ്രമാക്കി സഭയുടെ ഐക്യം പൂർണ്ണമായിട്ട് വന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ് നമുക്കിത് സാധ്യമാക്കാൻ കഴിയുന്നത്? നമ്മൾ നമ്മുടെ വിശുദ്ധ പാരമ്പര്യങ്ങളെ പഠിച്ചില്ലെങ്കിൽ മറ്റാരാണ് അത് നമുക്ക് വേണ്ടി പഠിക്കുന്നതും സൂക്ഷിക്കുന്നതും? നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് സഭയിലെ എല്ലാവിധ അനൈക്യങ്ങളും മറ്റെടുക്കാനായിട്ട്. നമ്മുടെ എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും ഈ പാരമ്പര്യത്തിൽ നിന്ന്, ലത്തീൻ സഭ ഒഴികെ ബാക്കി എല്ലാ സഭകളും നമ്മളുടെ നസ്രാണി പാരമ്പര്യം തോമാസ് ശ്ലീഹായിൽ നിന്ന് വന്നതാണ്. കുറവലങ്ങാട് ആ പാരമ്പര്യങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. അത് ഹെഡ് ക്വാർട്ടേഴ്സും പോലെയാണ്. വലിയൊരു ശക്തി നമുക്കുണ്ട്. പാരമ്പര്യങ്ങളുടെയും ഇവിടെ വന്നുകൂടുന്ന വിശ്വാസികളുടെയും വലിയ ഒരു ഹോസ്പിറ്റാലിറ്റി ഈ സമൂഹം വിശാല സമൂഹത്തോട് കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും സഭയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ്. We must think about optimal celebration, not simply optional celebrations. കുറവലങ്ങാടിന് അതൊന്നും നല്ലതല്ല. പരിശുദ്ധ കുർബാനയും യാമപ്രാർത്ഥനയും മർത്തുമറിയത്തോടുള്ള ഭക്തിയുമെല്ലാം പൂർണ്ണമായ രീതിയിൽ അനുഷ്ഠിക്കാനും പ്രാർത്ഥിക്കാനും ജീവിക്കാനും ഉത്തരവാദിത്വമുള്ളവരാണ് നമ്മൾ. റെസ്പോൺസിബിലിറ്റിയാണ് നമുക്കുള്ളത്. വെറുതെ ഒരു പാസിംഗ് റിമാർക്ക് പോലെ നമ്മൾ പറഞ്ഞു വിടേണ്ട കാര്യമല്ല. കുറവലങ്ങാട് ഒരു കറക്റ്റീവ് മെഷറായിട്ട്, ഒരു കറക്റ്റീവ് ഡിറക്ഷൻ സഭയ്ക്ക് കൊടുക്കുന്നത് പോലെ ആയിരിക്കണം. ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലുണ്ട്, യു കനോട്ട് എംബ്രേസ് ആൻ ഓഷൻ ബട്ട് യു ക്യാൻ എൻ്റർ ഇൻ ടു ഇറ്റ്. ഒരു കടലിനെ നിങ്ങൾക്ക് വാരിപ്പുണരാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾക്കതിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഇവിടുത്തെ വിശുദ്ധ പാരമ്പര്യങ്ങളെല്ലാം ചുരുങ്ങിയ നാളുകൾ കൊണ്ട് പഠിച്ചു തീർക്കാൻ ആർക്കും പറ്റില്ല. പക്ഷേ അതിലേക്ക് സാവകാശം ഇറങ്ങാൻ നമുക്ക് സാധിക്കണം. സുറിയാനി ഭാഷയുടെ മാഹാത്മ്യം ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച വ്യക്തികളായിരുന്നു നമ്മുടെ വല്യച്ഛനും ചാണ്ടിമെത്രാപ്പോലീത്തായും നിധീരിക്കൽ മാണിക്കത്തനാരും ആ കുടുംബത്തിൽ പിറന്ന എല്ലാവരും. അതടിസ്ഥാനപരമായ ഈ പൈതൃകത്തെ ഈ നൂറ്റാണ്ടുകളിൽ കാത്തു സംരക്ഷിച്ച സമൂഹമാണ്. അതുകൊണ്ട് നമ്മളുടെ ഇടയിൽ നിന്ന്, മനസ്സിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് എല്ലാവിധ ഐഡൽസും വിഗ്രഹങ്ങളും നമ്മൾ വലിച്ചെറിയണം. വാട്ട് എവർ ടൈപ്പ്, ഏത് തരത്തിലുള്ള വിഗ്രഹങ്ങളാണെങ്കിലും, ഓഫ് വിച്ച് എവർ ഏജ്, ഏത് കാലഘട്ടത്തിൽ വരുന്നതാണെങ്കിലും അതൊന്നും നമുക്ക് നല്ലതല്ല. അതെല്ലാം തിന്മകളാണ്. തിന്മയ്ക്കെതിരായിട്ട് പോരാടാനുള്ള കരുത്താണ് ഈ നസ്രാണി സമൂഹം എക്കാലവും നമ്മുടെ സഭയ്ക്ക് നൽകിയത്. അതുകൊണ്ടാണ് ഇതിൻ്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ച് നിങ്ങളോട് ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞത്. നമ്മൾ കൂടുതലായിട്ട് പഠിക്കണം. ഈ ഉപവാസം നമുക്ക് തരുന്നൊരു പാഠമുണ്ടല്ലോ. നിനിവേയിലെ രാജാവും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും പ്രജാതിക്കാരും മൃഗങ്ങളുമെല്ലാം ചാക്കുടുത്ത് ചാരത്തിലിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ മനസ്സാന്തരമുണ്ടായി. ധൈര്യമുണ്ടെങ്കിൽ നമ്മളും അങ്ങനെയൊന്ന് ഇരുന്ന് നോക്കാം. നമ്മളുടെ അനൈക്യം മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നപ്പോൾ നമുക്കറിയാം. ചാക്കുടുത്ത് ചാരത്തിലിരുന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ സഭയിൽ പൂർണ്ണമായ ഐക്യമുണ്ടാകും. അതാണ് ഈ തിരുനാൾ നമ്മെ പഠിപ്പിക്കുന്ന പാഠം. വെറുതെ നമ്മളൊരു മേളത്തിനു വേണ്ടി മാത്രം ഇവിടെ വന്ന് പോകുന്നവരാകരുത്. ആന്തരമായ പരിവർത്തനം നമുക്കുണ്ടാകണം. ഈ വിശുദ്ധ സത്യങ്ങളെയും അതിൻ്റെ പ്രതീകങ്ങളായിട്ടുള്ള കാര്യങ്ങളെയും എല്ലാം ചേർത്ത് പിടിച്ച് പഠിക്കുവാനും അതിലൂടെ ഒരു ആത്മീയ ഉണർവ്, ഒരു പുനർവിചിന്തനം നമുക്കൊക്കെ ഉണ്ടാകാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സ്നേഹനിധിയായ ആർച്ച് പ്രീസ്റ്റിനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും ഈ പരിശുദ്ധ കുർബാനയിൽ ഒന്നിച്ച് ഈ ബലിപീഠത്തിലായിരിക്കുന്ന എല്ലാ അച്ഛന്മാരെയും
ഇതിൽ പങ്കെടുക്കുന്ന ഈ ദേവാലയത്തിനുള്ളിലും പുറത്തും ഇരുന്നതിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മർത്തമറിയത്തിന് സമർപ്പിക്കുന്നു. പരിശുദ്ധ അൽഫോൻസാമ്മയോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മെ എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ